നമ്മുടെ അടുത്തൊക്കെ പോകുന്നത് കോയമ്പത്തൂര്. നമ്മൾ ആദ്യമായിട്ടാണ് കോയമ്പത്തൂര് കാണുന്നത്. കണ്ടെത്തുവല്ലോ കോയമ്പത്തൂര്. ആ കുട്ടിക്ക് അറിയാത്തോണ്ടാണ്. വേണ്ട വേണ്ട, ഇത് റേസിംഗ് അല്ല. നമ്മളങ്ങനെ ആദ്യം ഉണ്ട് ഇവിടെ. ആദ്യം നമുക്ക് പറ്റൊക്കെ ചലഞ്ച് എടുക്കാൻ പറ്റുന്നത്. ഇവര് ചായ പിടിക്കുമ്പോ നമുക്ക് ചലഞ്ച് എടുക്കാം. കോയമ്പത്തൂർ പോയിട്ട് ഏതാ ഭാഷാടാ? തമിഴാ? ഭയങ്കര സ്പീഡിലാവും അല്ലേ? അപ്പൊ നമുക്ക് ഇനി നമ്മൾ മാത്രമല്ല, ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാളും കൂടി വരാനുണ്ട്. ആൾക്കാർ കൂടുന്തോറും യാത്രകൾക്ക് സന്തോഷവും സുഖവും അല്ലെ കൂടുന്നാണ്. അപ്പൊ ഇതൊരു നല്ലൊരു അനുഭവമായി മാറട്ടെ. അപ്പൊ നമ്മള് ഇനി രണ്ടാളും കൂടിയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബിസിനസ്സുമായി ബേസ് വീഡിയോ പിടിക്കാത്തോണ്ടാവും. വീഡിയോ പിടിക്കുന്നത് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കയറി ഇതിനാണ് വണ്ടി ഓടിക്കുന്നത്. എന്താ പിന്നെ സ്റ്റെയറിങ്ങിന് മുകളിൽ കയറിയിരുന്നൊക്കെ. അപ്പൊ നമ്മള് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരാവശ്യത്തിന് പോകുന്നതാണ്. അപ്പൊ ഇവര് പോകുന്നത് പറഞ്ഞപ്പോ ഞങ്ങൾ എന്തെങ്കിലും അവിടെ ചാടി കയറി ഇരുന്നു. രാവിലെ 5 മണിക്ക് വൈകുന്നേരം 5 മണിക്ക് പോവാൻ വിചാരിച്ച രാവിലെ ഏർലി മോർണിംഗ് 5 മണിക്ക് പോകാൻ പ്ലാനിട്ട ട്രിപ്പ് ഇപ്പൊ സമയം ഉച്ച 1 മണി കഴിഞ്ഞ്. അതാണ് എല്ലാരും നാനാഭാഗത്തേന് എല്ലാരും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്നതാണ് ഇപ്പൊ. അപ്പൊ നമുക്ക് വിശേഷങ്ങൾ കാണാം. നമ്മളിതാ എയർപോർട്ട് ഭാഗത്തുള്ള നോക്കറ എന്താ രസല്ലേ, സോളാറിന്റെ ഫുൾ ഇത്. ഞാൻ ഇത്ര ഈ എയർപോർട്ടുള്ളിൽ കയറിയിട്ടില്ല. നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണാത്തവർക്കായി. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് ഈ ലോറി 6 ലോറി അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാനഡയിൽ നിന്ന് വരുന്ന 2 ഫ്രണ്ടിനെ കൂട്ടാൻ വേണ്ടി നമ്മൾ എയർപോർട്ടിലേക്ക് വന്നത്. അവര് എയർപോർട്ടിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്താൽ മതി, അവര് വരുമെന്ന് പറഞ്ഞു. അവരെ വെട്ടിയും പാണ്ടല്ലേ വെക്കുവാ. ടിപ്പറിൽ കൊണ്ടോണ്ടേ ഏതാ മോനെ രസം നോക്കറ. ഷെയ്ക്കാൻ ഇവരെല്ലാം തറവാട് ഡ്രൈവർമാര്. സോളാർ പാനൽ ഉണ്ടോ? സോളാർ പാനല് നല്ല അടിപൊളി. അവര് കാനഡയിൽ നിന്നാ വരുന്നെങ്കിൽ ഒട്ടും അഹങ്കാരം ഇല്ലാത്ത ആൾക്കാരാണല്ലേ. അവർക്ക് ഈ റോഡ് സൈഡിൽ നിർത്തിയാൽ അവർ നടന്നിട്ടൊക്കെ വരാന്നാ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കാനഡയിലെ ഫ്രണ്ട്സ് ഒരു മുട്ടായി പോലും ഇല്ലാണ്ടാണ് കയറി വന്നത്. നിങ്ങൾ എന്താണ് കാനഡയിലാന്ന് ഞാൻ പറഞ്ഞത്? മാറ്റില്ല. ഇത് അന്ന് നമ്മളെപ്പരം വന്ന കാനഡ പോയിട്ട് പെട്ടെന്ന് വന്നു. 10 ദിവസത്തിന് ശേഷം വേഗം വന്നു കാനഡയിൽ. കാനഡയ്ക്ക് നമുക്ക് വെറും കണ്ണൂര് പോലെയാണ്. പോകുന്നു വരുന്നു. എന്നാലും ഒരു മുട്ടായി എങ്ങനെ കൊണ്ടുവരേനും ഉണ്ടല്ലേ. ഇപ്രാവശ്യത്തെ വീഡിയോ എന്തായാലും കുറച്ച് എടുക്കൂലോ കേട്ടാ. ഇവര് ഇത് പറഞ്ഞ് തീരൂല. വണ്ടിയിൽ ഒച്ചപ്പാടാണ്. ഡീസൽ ആപ്പിൽ ഇപ്രാവശ്യം ഭയങ്കര ഡീസന്റ്. ഒന്നും പറയുന്നില്ല. ഇതാ ഡ്രൈവർ ഡീസന്റ്. ഇതാ ഇതില് ഒരാൾക്ക് മാത്രം കുറച്ച് അളക്കുള്ളൂ. ശംസീർ അപ്പൊ ഭയങ്കര ഡീസന്റ്. ഒന്നും പറയില്ല. ഞാൻ മലയാളി ഏറ്റവും ബേക്കില് ഇരുത്തത്തിന് വരെ പ്രശ്നമാണ്. ഞാൻ ഈ വീഡിയോ ഒരുപാട് ലോങ് ആക്കൂല. കാരണം ഞാൻ ഇപ്രാവശ്യം കുറച്ച് ഭാഗങ്ങൾ മാത്രം ചേർക്കും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അങ്ങനെ ബ്ലോക്ക് വേണ്ട. ഇറങ്ങുമ്പോ നല്ല വയറ് നിറയെ ഞാനൊക്കെ 5 ചപ്പാത്തി 4 പൂരി അത്രേ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി കുറച്ചു നേരത്തേക്ക് 3 മണി വരെ പോകും. ഒരു പാട്ട് പാടുന്നുണ്ട്. ശാസ്ത്രീയൊക്കെ വിശപ്പ് വരുമ്പോ മാത്രം വരുന്ന ഒരു തരം പ്രത്യേക തരം പാട്ടാണ്. ചില സമയത്ത് ചില കാണുമ്പോ അതിനൊരു വാക്ക് പാട്ടായിട്ട് പാടൂ. ഇവിടെ നിങ്ങൾ പെരിയാര് പറയുമ്പോ അന്നേരം പെരിയാർ അങ്ങനെ നല്ല പാട്ട് പാടിയല്ലോ. പാട്ടിന്റെ ആളല്ലേ. ഇതാ നമ്മളെ മൂസാക്കി ഇവിടെ ഇരിക്കുന്നുണ്ട്. എരിഞ്ഞോളി മൂസ. ഇതാ ഗൗരവത്തില്ല ഭയങ്കര ആംഗ്രി ബേബിയാണ്. ആംഗ്രി ബേബി
കാര്യങ്ങളായ പല പാട്ട് എല്ലാരും എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ അതിന്. ഇപ്പൊ നമ്മ പാട്ട് പഠിച്ചോ അന്ന താത്തി കിട്ടതാ നിന്റെ സോട്ട് പാടാ നവാസേ ഞാൻറാ എനിക്ക് മുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരം അയ്യോ പാട്ട് പാടി ഉമ്മ കഴിക്കുന്നു അത് പിന്നെ ചേട്ടക്കൊരക്കുന്ന ഫോട്ടോ പറ്റൂല. ഒരാളെ കുറവാക്കാൻ പാടില്ല. കുറവാക്കാൻ പാടില്ല. ഇങ്ങനെയാണ് എനിക്ക് ഒരിക്കലും ഒരാളെ കുറവാക്കുമ്പോൾ അത് തീരെ ശരിയായില്ല. ഒരിക്കലും അത് ഒരിക്കലും ശരി കുറവാക്കി തീരെ ശരിയായിട്ടാ. ഇപ്പൊ രണ്ടാളെ മുച്ചി ഞാൻ മൂളിയിട്ടില്ല ഈ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്തില്ല. ഇൻസൾട്ടാണ് മുരളി ഏറ്റവും നല്ലത്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അല്ല സംഭവം ഞാൻ പറഞ്ഞപ്പോ മോട്ടിവേഷൻ ആയതാണ്. ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ മാറ്റുണ്ട്. ഈ ടോളിൽ വന്നിട്ട് ഈ വണ്ടി അനങ്ങാത്ത തോമ്പേക്കോടെടുത്തില്ല. നമ്മളെന്തായാലും കറക്റ്റ് സ്ഥലത്താ നിർത്തിയല്ലേ. ഒരുത്തിന് അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. അതിന് അങ്ങോട്ടേക്ക് പോയി സാറേ ഇങ്ങോട്ട് ഒരു വിപ്ലവം എന്തിനാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇടപാട് മാറ്റി നിൽക്കാം. വണ്ടി സൈഡാക്ക് നമുക്ക് പോണം. ഭയങ്കര കുഴപ്പമില്ല. ലാസ്റ്റ് പെണ്ണുകാർക്ക് അത് ഗ്ലാസ് ഫുഡ് പകുതി വലിപ്പനിക്ക ഇതൊന്നല്ല നമ്മളെ ഒരു സ്ഥലം വരാൻ കിടക്കണ്ട കുട്ടി. സ്ഥലം അവര് കടയിലുള്ളവര് ഈ ചോറ് കിട്ടിയാൽ ഞാൻ അവരെ കട കാണിക്കൂല. പ്രൊമോഷൻ വീഡിയോ അവരെ കട കാണിക്കും. എടുത്തു കൊടുക്കും പാവം. ഓക്കെ ഒന്ന് മനസ്സിലായി. ചോറിന് കടി കൊടുത്തു. ഇതല്ല കൊടുത്തടാ. 100 രൂപ കിട്ടും. പ്ലാസ്റ്റിക് തൂക്കിട്ടൊക്കെ റെസ്റ്റോറന്റ് ചെമ്പുകാച്ചേലുള്ള കല്ലിപ്പെണ്ണ്
മ്യൂസിക് എത്തി 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 മക്കളെ എത്തി. ഇവിടെയാണ് അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടോ നമുക്കറിയില്ല, കാരണം അത്രയും തിരക്കുള്ള നിന്നൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അല്ലോ ഉറങ്ങിപ്പോയല്ലേ കുട്ടി, ഉറങ്ങിപ്പോയിട്ടാ. ആപ്പാ ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വെറും വാക്കല്ല, നവാസത്ത് അവരോട് ചോദിക്കാം. അവിടുന്ന് ഒറ്റ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നിറച്ചു ആള് ക്യൂ നിക്കുന്നായിട്ട് ഒന്നിനും പറ്റിയില്ല. ആ ഹോട്ടൽ നമ്മൾ മെൻഷൻ ചെയ്യില്ല ഒരിക്കലും, ഒരിക്കലും ചെയ്യില്ല. സംഭവം തൃശ്ശൂര് പോകുന്ന വഴിക്കാണ്, ഒരു തട്ടുകടയാണ്, പേരില്ല കടക്ക് ശരിക്ക്. ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കിടുക്കാച്ചി, അതാ പറഞ്ഞേ. ചെറിയൊരു കട, എന്തൊരു തിരക്ക്, ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ല. മറ്റേ സിനിമയിലല്ലേ കൊക്കിട്ടാ, കൊക്ക് താറാവുണ്ടാ, താറാവ്, അതുപോലെ എല്ലാ സാധനവും ഉണ്ട്. ബാക്കിലായി വേണം പാട്ടെല്ലാം പാടാം, മുഖം കാണൂല. ഈ ജെയിംസ് ബോണ്ടാ, ജെയിംസ് ബോണ്ടാ, ചെയിൻ സോങ്. മുതലാളി അപ്പാ എന്താണ് മുതലാളി മുണ്ടാത്തെ? അല്ലു മിഞ്ഞാന്നൊന്ന് ചോദിച്ചേ അപ്പാക്ക്. പെരുന്തോ അപ്പാക്ക് പിരാന്താണ്. പെരുന്തോ? ഓ പരുന്ത്. പെറുക്കി എടുത്തു കുട്ടി. ആരീരാരോ ഓ ആരീരോ. Okay, let's go. അല്ലു ഇന്നലെ ചെയ്യുന്നുണ്ട് ആപ്പ ചോറിയുമേ ഒന്ന് പാടില്ല പാടില്ല നമ്മൾ പാടേമാറൊന്നും ചെയ്തു കൂടാ. വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടിന്നു വേണ്ടോ മലയാളേ ചെറിയ ഒരു പാട്ട് വരെ കേൾക്കാൻ പറ്റൂല. പൊരിഞ്ഞാട്ടി അമ്മക്ക് വീണ വേദന മോക്ക് വീണ വായന തന്നോരായി. ആപ്പാന്റെ പെട്ടതാപ്പാ. ആപ്പ ഇന്നൊരു ഉഷാറില്ലപ്പാ ഗൈസ്. ആപ്പാക്ക് ഇന്ന് എന്തോ ടെൻഷനാണ്. ആരാ നോക്കട്ടെ? ഹായ് തടിച്ചോ. നമ്മളും കണ്ണൂർക്കാരാ. ഓ സ്വന്തം നാട്ടിലെ വണ്ടി വരെ കാണുമ്പോ എന്തൊരു സന്തോഷം. ചെലപ്പോ അറിയുന്ന ആരെങ്കിലും ആണോ നോക്കാല. 59 തളിപ്പറമ്പല്ല. ഓ അവരെ മുഖം പോലും കാണുന്നില്ല. പേര് രാജ്മൽ.
രാജ് കമൽ രാജ്മഹൽ രാജ് കമൽ ആ ഒരാളെ മുഴുവൻ കടുത്തോളടുത്തൊക്കെ ചൊറിയാന്ന് അല്ല പേരായിട്ട് പോയതാ കുട്ടികളെ നോക്കാൻ അറിയാത്ത പെണ്ണുങ്ങൾ അപ്പുറത്തോനെ നോക്കാം. അപ്പാക്ക് പനക്ക് ചെയ്യും അയ്യപ്പ കാണലായി കനവായി മാനമേ ഒരു രാഗമേ കണ്ടാ. ഓ ആ തുരങ്കം കയറുമ്പോ നമ്മള് ഇതിപ്പോ കോയമ്പത്തൂർ ഭാഗത്തേക്ക് എത്താനയ്യാ പാലക്കാടാ മേക്കാട്ടിൽ ആരമ്മ ഇത് യാരമ്മ നമ്മള് തുരങ്കത്തിലെത്തിയില്ല എത്തി പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല മുന്നിലിരുന്നാ മതി എന്ത് കഷ്ടം നമ്മളിപ്പോ എന്താണല്ലേ ഇത് എത്ര ദൂരമുണ്ട് കൊറേ ദൂരമുണ്ട് ആ നല്ല രസമുണ്ടല്ലേ ഇതിന്റെ മുകളിലെന്നാ അതാ അങ്ങോട്ടേക്കെല്ലാം പോവാ അടിപൊളി ആദ്യമായിട്ട് നമ്മള് കയറുന്നു എന്തൊക്കെ കാര്യങ്ങളുണ്ട് ലോകത്ത് കാണാം നമ്മള് വേറും ഒട്ടന്മാരെ ഒരു സ്ഥലത്തും പോവില്ല ഓ ആ കഴിഞ്ഞല്ലേ നല്ലൊരു വെളിച്ചമാണ് അങ്ങനെ തരംഗത്തിന് കേറി ഈ ആപ്പ ഇന്ന് അടി കൊണ്ട് ചാവും അപ്പൊ നടക്കട അതേ പിള്ളേർ അടി കൊണ്ട് അല്ലൂരും ഇങ്ങോട്ട് ചോർന്നിട്ടാ അനങ്ങാണ്ടിരിക്കുന്ന ഞങ്ങളെ പുലിക്കുട്ടിയെ വെറുതെ ഉണർത്തിയിട്ട് വാ മോനെ ഓ മതി ഇത് നിർത്തുന്നില്ലല്ലോ അൺലിമിറ്റഡാ മതിയാ ആ വണ്ണ ഇപ്പൊ അങ്ങനെ കാണുന്നില്ലല്ലേ ഇങ്ങനെ ചോദിച്ച് വാങ്ങുക ഒരു സമാധാനം ഇല്ല തോന്നുന്നു അടികൂടായിട്ട് അപ്പൊ എന്റെ ഇതെന്നത് ലോ എഫേർട്ട് ഹൈ ഇമ്പാക്ട് മറ്റേ സിനിമയില് ഇതാക്കിയ പോലെ